വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പഴംപൊരി തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴത്തിൽ മാത്രമേ നമുക്ക് പഴംപൊരി കറക്റ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു പഴവും അങ്ങനെ കറക്റ്റായിട്ട് റെഡി ആവില്ല. അപ്പോൾ നല്ലതുപോലെ മാക്സിമം നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ പഴംപൊരിയൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി നല്ല മധുരം ഉണ്ടാകും, ചില സമയത്ത് അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവില്ല, അതിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലതുപോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പഴവും 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം 3 പീസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പഴവും 6 പീസാക്കിയിട്ട് മൊത്തത്തിൽ 6 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ ഒരു കുട്ടി കുട്ടി പീസാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മൈദാമാവ് തന്നെയാണ്. അപ്പോൾ ഈ മൈദാമാവ് വന്നിട്ട് ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് അളവിൽ മാവ് എടുത്തിട്ടുണ്ട്. മാവ് പിന്നീട് നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു അളവിൽ മാവ് ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് എങ്കിൽ കൂടി നമ്മുടെ മാവിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടി പോകരുത്. എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പഞ്ചസാര കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പഴംപൊരിയുടെ കളർ വന്നിട്ട് വെച്ചിട്ട് ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് പോകും. അപ്പോൾ അത് പഞ്ചസാര കൂടുന്നതിൻ്റെ പേരിലാണ്. അതിൻ്റെ പേരിൽ ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. നമ്മുടെ പഴംപൊരി എപ്പോഴും നല്ലൊരു മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളർ ചേർക്കാം. അതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് തന്നെയാണ്. ഞാനെപ്പോഴും ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് തന്നെയാണ് പഴംപൊരി തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബാറ്റർ തയ്യാറാക്കാറാണുള്ളത്. ഇതിന് പകരം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് അളവിൽ ദോശ ബാറ്ററും കൂടിയാണ്, ദോശമാവും കൂടിയാണ്. നമ്മൾ ഈ ദോശമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ക്രിസ്പ്നെസ് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. നല്ലതുപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ഈ പഴംപൊരി. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ദോശമാവെന്ന് പറയുന്നത് അരിയും ഉഴുന്നും കൂടി ചേർന്നിട്ടുള്ള ബാറ്ററാണ്. അത് തന്നെ എടുക്കണം, വെറും അരി മാത്രമുള്ളതല്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും കൂടിയാണ്. നമ്മുടെ തട്ടുകടയിൽ അതേ ആ ഒരു പെർഫെക്റ്റോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇപ്പോൾ സോഡാപ്പൊടി ഒന്നും ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. സോഡാപ്പൊടി ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരേ ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്. എങ്കിൽ പിന്നെ നമ്മുടെ മാവിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിന് നമുക്ക് പഴംപൊരി തയ്യാറാക്കുമ്പോൾ ആവശ്യമില്ല. വളരെ കുറച്ച് ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പ് മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് കുറച്ചുകൂടി ക്രിസ്പ്നെസ് കൊടുക്കും. പക്ഷേ അതിന് പകരം നമ്മൾ ഈ ദോശമാവ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ അരിപ്പൊടിയുടെ ആവശ്യമില്ല. അതിൻ്റെ പേരിലാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാത്തത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പഴംപൊരി തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ജീരകം ചേർക്കുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏലക്ക പൊടിച്ച് ചേർക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറുത്ത എള്ളക്ക ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചേർത്തിട്ട് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. എല്ലാം ഒരല്പം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. പ്ലെയിൻ ആയിട്ടാണ് ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ മാവിലേക്ക് ഒരല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മാവിൽ ഒരുപാട് വെള്ളം കൂടി പോകാൻ പാടില്ല. കറക്റ്റ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ കുറുകിയിരിക്കുന്ന ബാറ്റർ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ വെള്ളം വേണം.
നല്ലതുപോലെ കുറവാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ പഴംപൊരി പെർഫെക്റ്റ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കുന്നതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതൊന്ന് പൊളിച്ച് കിട്ടും. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ തട്ടുകടയിലേക്ക് അങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതലും അങ്ങനെ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നല്ല കട്ടയൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും കട്ടിക്ക് ഇതുപോലെ ഈ ബാറ്റർ ഇതുപോലെ ഉണ്ടാവണം. അതായത് നല്ലതുപോലെ ഒന്ന് ലൂസായി പോകണം. എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് വന്നിട്ട് നമ്മുടെ ഈ പഴംപൊരിയിൽ അതായത് പഴത്തിൽ നല്ലതുപോലെ കോട്ട് ചെയ്ത് നിൽക്കില്ല. ഇച്ചിരി ലൈറ്റായിട്ട് മാത്രമേ കോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നല്ലതുപോലെ പഴത്തിൽ കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കട്ടി തന്നെ ഉണ്ടാവണം. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ കോട്ട് ചെയ്ത് നിൽക്കണം. നല്ലതുപോലെ കവർ ചെയ്തിട്ടുണ്ടാവണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമ്മുടെ ആ പഴംപൊരിയുടെ ആ കറക്റ്റ് ബാറ്റർ റെഡിയാവുന്നത്. ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. അതിന് ശേഷമാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പഴംപൊരി പൊരിച്ചെടുക്കാനായിട്ട് ഇനി വേറെ പണികളൊന്നുമില്ല. ഒരു പഴം എടുക്കണം, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. അതിന് ശേഷം നല്ല ചൂട് എണ്ണയിലേക്കിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ നമ്മളിങ്ങനെ മാവിലേക്ക് മുക്കിയതിന് ശേഷം പ്ലേറ്റിലേക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല. നേരെ തന്നെ എണ്ണയിലേക്ക് ഇട്ടേക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ ഇപ്പം പഴംപൊരി തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എണ്ണ ഫസ്റ്റ് നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം വേണം നമ്മൾ ഓരോ പഴവും മാവിലേക്ക് മുക്കി ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഓരോ പഴമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ പഴംപൊരി നല്ല സൂപ്പറായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു കാര്യം മാത്രമാണ്. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് നമ്മളിന്ന് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. 2 സൈഡും നമ്മൾ പഴമൊക്കെ പൊരിച്ചെടുക്കുന്നത് നല്ലൊരു കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴങ്ങളും പൊരിച്ചെടുക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട 4 മണി പലഹാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പഴംപൊരിയും. അപ്പോൾ പഴംപൊരി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും മറക്കാതെ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.